ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഋതുമോളെ, ചെറിയമ്മേ, മോള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ആ ചെറിയമ്മേ, ഞാൻ കഴിച്ചു. രാജു? ഞങ്ങൾ ഒരുമിച്ചാ കഴിച്ചത്. എന്നെ അരച്ച് കലക്കി കൊടുത്താ ഇവൾ ഒറ്റ അടിക്കങ്ങ് കുടിക്കും. അത്രയ്ക്ക് ദേഷ്യം അവക്ക് എന്നോട്. നിങ്ങൾ ഓഫീസിലേക്കാണോ? അതെ അച്ഛാ. ഓഫീസ് കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ടല്ലോ. പോകുന്നുണ്ട്. ശരി, ഞാനും ഓഫീസിലേക്കുള്ള വഴി തന്നെയാ. വാ, നമുക്ക് ഒരുമിച്ച് പോവാം. വാ. ഇവളുടെ അഹങ്കാരേ ഞാൻ തന്നെ തീർക്കും, എന്റെ ഈ കൈ കൊണ്ട്. രാജു സർ, എനിക്ക് ക്യാബിനറ്റ് മീറ്റിംഗ് ഉണ്ട്. നീ വേണമെങ്കിൽ മോളോടൊപ്പം അവളുടെ ഓഫീസിലേക്ക് വെക്കോ. ഉച്ചയ്ക്ക് ശേഷം ഓഫീസിൽ വന്നാൽ മതി. അതും വേണമെന്നില്ല അച്ഛാ. രാജു ഓഫീസിൽ വന്നോട്ടെ. എങ്കിൽ ശരി. എടാ രാജു, നിന്റെ ഫ്രണ്ടും ഭാര്യയും തമ്മിലുള്ള വഴക്ക് തീർന്നോ? എന്തായിരുന്നു അവരുടെ പേര്? ഹരിശങ്കറും വന്ദനയും. അതെ സർ. രാജു എന്താ നോവൽ എഴുതുന്നുണ്ടോ? എവിടുന്ന് കിട്ടിയ ഒരു ഹരിശങ്കറിനെ വന്ദനെ? എന്താ മിണ്ടാത്തെ? അവരുടെ പ്രശ്നം തീർന്നോ? ഇല്ല സർ, അവരുടെ പിണക്കം ഇതുവരെ തീർന്നിട്ടില്ല. സാറ് തന്ന ഐഡിയാസ് ഒക്കെ ഞാൻ പ്രയോഗിച്ചു നോക്കി. അല്ല, അവനോട് പ്രയോഗിച്ചു നോക്കാൻ പറഞ്ഞു. പക്ഷെ ഇത്ര പറഞ്ഞു നോക്കിയിട്ടും അവന്റെ മിസ്സസിന്റെ പിണക്കം മാറുന്നില്ല. നീ നിന്റെ ഫ്രണ്ടിനോട് പറയും എങ്ങനെയും അവന്റെ വൈഫിന്റെ പിണക്കം മാറ്റാൻ. അവൻ ശ്രമിക്കുന്നുണ്ട് സർ. എടാ, അവളോട് ഹൃദയം തുറന്ന് സംസാരിക്കാൻ പറയേ. പ്രണയം ഷെയർ ചെയ്ത ഏത് പിണക്കമാ മാറാത്തത്? പരസ്പരം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി വിട്ടുവീഴ്ചയോടെ ജീവിക്കാൻ പറയേ. എല്ലാം പരിഹരിക്കപ്പെടും. ഹരിശങ്കറിനെ വന്ദനയും ക്യാരക്ടേഴ്സ് ആക്കി ഈ പ്രോബ്ലം രാജു അച്ഛനോട് വരെ ഷെയർ ചെയ്തു. അപ്പൊ എന്റെ പിണക്ക രാജുവിന് അത്രയും ഫീൽ ആയിട്ടുണ്ട്. ആവട്ടെ, പ്രണയം എന്താണെന്ന് രാജു ഒന്ന് പഠിക്കട്ടെ.